ഹലോ, അസ്സാം വലൈക്കും. ഇലയപ്പവും ചായയൊക്കെ കഴിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സുഖമുള്ളൊരു പരിപാടിയാണല്ലേ. അപ്പം ഞാനും കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നീട് ഒരു വലിയ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. സഞ്ചിയും തൂക്കി ചന്തയ്ക്ക് പോവല്ല, ആക്രി പറക്കാൻ പോവാണ്. വീട്ടിൽ കിടന്ന പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളും ഒക്കെ ആക്രിക്ക് കൊടുത്തിട്ട് അത് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ വീട്ടിൻ്റെ താഴെ വിശാലമായ തോടും പാടവും ഒക്കെ ഉണ്ട്. ഈ വിശാലത കണ്ടിട്ട് ഇവിടെ ഒരുപാട് ബോട്ടിൽസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഒരുപാട് ബോട്ടിൽസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെ എടുക്കാൻ പറ്റിയില്ല, എല്ലാം വെള്ളത്തിലാണ് കേട്ടോ. ഈ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ധൈര്യം കൂടുതലുമുണ്ട്. ഞാൻ തെക്കോട്ടും വടക്കോട്ടും നടന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കരയിൽ കിടന്ന ഇതുപോലത്തെ കുപ്പിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് അടപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് നിറയെ ജ്യൂസും ഉണ്ടായിരുന്നേ. പൊട്ടിക്കാത്തൊരു ബോട്ടിൽ ആരോ കൊണ്ട് വെച്ചതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ തികയാത്തത് റൈഹുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും ഇക്കാടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നും കൂടിയൊക്കെ ആയിട്ട് നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ കുപ്പിയും അടപ്പമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് മുറ്റത്ത് തട്ടിയപ്പോൾ മുറ്റം ഒരു ആക്രിക്കടയായിട്ട് മാറി കേട്ടോ. കിട്ടിയ അടപ്പെല്ലാം കൂടി ഞാനൊരു ബക്കറ്റിൽ കുറച്ച് സർഫിട്ടിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ടിട്ട് ഒരു പരിപാടിയുണ്ട്. ഈ അടപ്പുകളെല്ലാം കൂട്ടിയിട്ട് നമുക്ക് കളറടിച്ച് 2 കളറിലോട്ട് മാറ്റണം. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ നീലയും വെള്ളയും തന്നെയാണ് ഇപ്പോഴത്തെയും പെയിൻറ്റ്. എൻ്റെ അടുക്കള മേക്ക് ഓവർ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യുന്നത്. അടുക്കളയുടെ കബോർഡും പെയിൻറ്റും ഒക്കെ നീലയും വെള്ളയുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളും നീലയും വെള്ളയും മാത്രമാണ്. അപ്പോൾ ഏതാണ്ടൊക്കെ മേക്ക് ഓവറിനുള്ള പരിപാടിയൊക്കെ ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഇനി നിങ്ങൾക്ക് ഈ ഒരു കളർ കാണേണ്ടി വരത്തില്ല. അപ്പോൾ എന്തായാലും കിട്ടിയ അടപ്പുകളെല്ലാം നമ്മളിവിടെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ കിട്ടിയ ഈ ഒരു സംഭവത്തിനെയും ബോട്ടിലിനെയും പെയിൻ്റ് അടിച്ച് കേട്ടോ.